നമസ്കാരം, ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം 2 ദിവസം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെയാണ്, നമ്മുടെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ ഞാൻ ആളായിട്ട് സംസാരിച്ച സമയത്ത് ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മളൊക്കെ സാധാരണക്കാരാണ്, പാവങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ടായി. അപ്പോൾ ആ ഒരു 2 വേർഡ് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 ദിവസമായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇടണം എന്നുള്ളൊരു മൈൻഡ് ഇന്നലെ വൈകുന്നേരം മുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇടാനുള്ള കാരണം സത്യമാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഞാൻ ഫ്രണ്ട്സ് അക്കാദമിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വയർമാൻ പെർമിറ്റ് എടുത്തു കൊടുക്കുക, അതേപോലെ തന്നെ C ക്ലാസ് ലൈസൻസ്, B ക്ലാസ് ലൈസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏകദേശം നമ്മളൊരു 12 വർഷത്തോളമായിട്ട് ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകളോടാണ് പറയുന്നത്, നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മളൊരു കോൺട്രാക്ടറെ കീഴിൽ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ വയർമാൻ പെർമിറ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം, നിങ്ങൾ വയർമാൻ പെർമിറ്റ് എടുത്ത ഉടനെ ഒരു B ക്ലാസ് അല്ലെങ്കിൽ A ക്ലാസ് കോൺട്രാക്ടറെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് B ക്ലാസ്സിനെ കുറിച്ചോ അതേപോലെ C ക്ലാസ്സിനെ കുറിച്ചോ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. കാരണം പല ആളുകളും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വയർമാൻ പെർമിറ്റ് എടുത്തു. പെർമിറ്റ് എടുത്തിട്ട് 5 വർഷമായി. ഇതുവരെ ഒരു കോൺട്രാക്ടറെ കീഴിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്നലെ ഞാൻ എൻ്റെ ലൈസൻസിൻ്റെ കീഴിലൊരു ഡിക്ലറേഷൻ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയർമാൻ പെർമിറ്റ് എടുത്തിട്ട് 5 വർഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വയർമാൻ പെർമിറ്റ് എടുത്തിട്ട് 5 വർഷമോ 10 വർഷമോ നമ്മൾ കയ്യിൽ വെച്ചത് കൊണ്ട് നമുക്ക് C ക്ലാസ്സോ B ക്ലാസ്സോ ആവാൻ കഴിയില്ല. പിന്നെ പല ആളുകളും പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? വർക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പറ്റില്ല. കാരണം നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലാണ് നമുക്ക് അവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആ വേർഡ് വീണ്ടും പറയുകയാണ്, നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ വയർമാൻ പെർമിറ്റ് എടുത്ത ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം വയർമാൻ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പെർമിറ്റ് എടുത്ത് വെച്ച് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വലിയ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈസൻസിങ് ബോർഡിൻ്റെ അനുമതിയുള്ള സ്ഥാപനത്തിലോ പോയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാം, അങ്ങനെ കിട്ടും, അങ്ങനെ മതി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് വെറും മിഥ്യാധാരണയാണ്. ഒരു 100 ആളിൽ ഒരാളോ 2 ആളൊക്കെയാണ് അങ്ങനെ C ക്ലാസ്സോ B ക്ലാസ്സോ ആവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ വയർമാൻ പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അത് എത്രയും പെട്ടെന്നൊരു കോൺട്രാക്ടറെ കീഴിൽ രജിസ്റ്റർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഭാവിയിൽ നമുക്ക് B ക്ലാസ്സോ C ക്ലാസ്സോ ആവാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും പറയുന്നു, നമ്മൾ സാധാരണക്കാരാണ്. ഓക്കെ, താങ്ക് യു.